ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം, ഓഡിയോ നമ്പർ 84. അടുത്ത ബാബ് കിതാബു തൗഹീദിൽ നിന്ന് 11ാമത്തെ ബാബ്, മിനശ്ശിർക്കി അന്നദറു ലിഗൈരില്ലാഹ്. മിനശ്ശിർക്കി ഷിർക്കിൽപ്പെട്ടതാണ് അന്നദറു ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള നദർ നേർച്ച. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആലയുടെ വചനം, യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. സൂറത്തുൽ ഇൻസാ 7ാമത്തെ ആയത്ത്. യൂഫൂന ബിന്നദ്രി, അവർ നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ്. വയഖാഫൂന, അവർ ഭയപ്പെടുന്നവരുമാണ്. യൗമൻ, ഒരു ദിവസത്തെ, കാന ശർറുഹു, അതിൻ്റെ ഷർറ്, മുസ്തതീറ, പാറിപ്പറക്കുന്നതാണ്, അതായത് വ്യാപിക്കുന്നതാണ്. തിന്മ വ്യാപിക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തെ ഭയപ്പെടുന്നവരാണ്, അവർ നേർച്ച പൂർത്തിയാക്കുന്നവരുമാണ് എന്ന് നന്മേച്ഛുക്കളുടെ, ഗുണവാന്മാരുടെ സ്വഭാവവിശേഷമായിട്ട് അള്ളാഹു പറഞ്ഞു. അപ്പോൾ നേർച്ച പൂർത്തിയാക്കുക എന്നത് അള്ളാഹു പരാമർശിച്ചിരുന്നതാണ്. വഖൗലുഹു, അള്ളാഹു തആലയുടെ വചനം, മറ്റൊരു വചനം, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമു. സൂറത്തുൽ ബഖറ 270ാമത്തെ ആയത്തിൽ നിന്ന്. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ വല്ല ചെലവും ചെയ്യുകയോ, നഫഖത്ത് ചെലവ്, അൻഫഖ ചെലവഴിച്ചു. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ വല്ല ചെലവും ചെയ്യുകയോ, ഔ നദർതും മിൻ നദിരിൻ, അല്ലെങ്കിൽ വല്ല നേർച്ചയും നേരുകയോ ചെയ്താൽ, നദർ നേർച്ച, ഫഇന്നല്ലാഹ യഅലമു, നിശ്ചയം അത് അള്ളാഹു അറിയും എന്ന്. സൂറത്തുൽ ബഖറ 207ാമത്തെ ആയത്തിൽ നിന്നുള്ളതാണ്. വഫി സ്വഹീഹി, സ്വഹീഹിലുണ്ട്, അൻ ആയിഷത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്നുള്ള നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, പറഞ്ഞു, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫൽയുതിഉഹു വമൻ നദറ അൻ യഅസില്ലാഹ ഫലാ യഅസിഹി. മൻ നദറ, ആരൊക്കെ നേർച്ചയാക്കിയോ, അൻ യുതിഅ അല്ലാഹ, അള്ളാഹുവിന് വഴിപ്പെടാൻ, ഫൽയുതിഉഹു, അവന് വഴിപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നേർച്ച പൂർത്തിയാക്കണം. ആ വഴിപ്പെടൽ അവന് എന്ത് ചെയ്യണം, അവൻ നേർച്ചയാക്കിയത് അവൻ പൂർത്തിയാക്കണം. വമൻ നദറ, ആരൊരുത്തൻ നേർച്ചയാക്കിയോ, അൻ യഅസില്ലാഹ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഒരാൾ നേർച്ചയാക്കി എങ്കിൽ, ഫലാ യഅസിഹി, അവൻ അള്ളാഹുവിനെ ധിക്കരിക്കരുത്. നേർച്ച പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. അപ്പോൾ മഅസിയത്ത്, പാപകരമായ കാര്യമാണ് നേർച്ചയാക്കിയത് എങ്കിൽ അത് പൂർത്തിയാക്കാൻ പാടില്ല എന്നർത്ഥം. അൽ ബുഖാരി അൽ ഐമാനു വൻ നുദൂർ 66-96. ഇനി ഫീഹി മസായിൽ, അപ്പോൾ ഈ അധ്യായത്തിൽ കുറച്ച് 2 ആയത്തുകളും ഒരു ഹദീസുമാണ് പരാമർശിച്ചത്. ഇതിൽ ചില മസ്അലകളുണ്ട് എന്ന് പറയുന്നത്. അൽ ഉല, ഒന്നാമത്തെ മസ്അല, വുജൂബുൽ വഫാഇ ബിൻ നദർ, നേർച്ച പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അസാനിയ, രണ്ടാമത്തത്, ഇദാ സബത കൗനുഹു ഇബാദത്തല്ലാഹി ഫസ്വറഫുഹു ഇലാ ഗൈരിഹി ശിർക്കുൻ. ഇദാ സബത കൗനുഹു ഇബാദത്തല്ലാഹ്, നേർച്ച എന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് സ്ഥിരപ്പെട്ടാൽ, അങ്ങനെയാണല്ലോ, നേർച്ച എന്നത് ഇബാദത്താണ്. ഫസ്വറഫുഹു ഇലാ ഗൈരിഹി, അപ്പോൾ അള്ളാഹു അല്ലാത്തതിലേക്ക് അത് തിരിക്കൽ ഷിർക്കാണ്. അപ്പോൾ വലിയനോ ഖബറിലേക്കോ പിന്നെ ഒരു ഷെയ്ഖിനോ ഒക്കെ നേർച്ചയാക്കുകയാണെങ്കിൽ അത് ആ ഷെയ്ഖിനുള്ള ഇബാദത്തായി മാറും, അപ്പോൾ ഷിർക്കാണ് എന്നർത്ഥം. അസാലിസ, മൂന്നാമത്തത്, അന്ന നദറൽ മഅസിയത്തി ലാ യജൂസുൽ വഫാഉ ബിഹി. അന്ന നദറൽ മഅസിയത്തി, നിശ്ചയം പാപകരമായ നേർച്ച, പാപത്തിൻ്റെ നേർച്ച, പാപകരമായ കാര്യം നേർച്ചയാക്കൽ, ലാ യജൂസുൽ വഫാഉ ബിഹി, അത് പൂർത്തീകരിക്കൽ അനുവദനീയം അല്ല. ഇനി ഉസ്താദ് അൻവർ ഫൗഫരി ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ വരികളിൽ ഈ ഭാഗം ഇങ്ങനെ കൊടുത്തത് കാണാം. കാവ്യാവിഷ്കാരം, യുഫൂന ബിന്നദിരി വമാ അൻഫഖ്തും മിൻ ഖൗലിഹി ജല്ല ഇദാ അറഫ്തും വഫി സ്വഹീഹി ജാഅ മിൻ റിവായതി ആയിഷത ആയാ
മയ്യന്ദുറൻ ഫീ താഅത്തിൻ ഫല്യുത്തിഇ ഔ കാന ഫീ മഅസിയത്തിൻ ഫല്യഖ്ലഇ വഫാഉ നദിരിൻ വാജിബുൻ വന്നദ്റു മിൻ ഇബാദത്തില്ലാഹി ഫമിൻ ശിർകിൻ യഇൻ ഇൻ കാന മസ്റൂഫൻ ലിഗൈരിഹി വലം യജുസ് വഫാഉ ഇല്ലം യകുൻ മാഅസിൻ യൂഫൂന ബിന്നദ്രി വമാ അൻഫഖതും മിൻ ഖൗലിഹി ജല്ല. ഇദാ അറഫ്തും, നീ മനസ്സിലാക്കിയാൽ ഈ രണ്ടായത്തുകൾ എന്ന് രണ്ടായത്തുകളെ പരാമർശിച്ചല്ലോ, അതാണ് നദർ സംബന്ധിച്ച. വഫി സ്വഹീഹ്, സ്വഹീഹിൽ വന്നിട്ടുണ്ട് ജാഅമിൻ റിവായത്തി ആയിഷത്ത, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടിൽ അയാദ ബിൽ ഹിദായത്തി, ഹിദായത്ത് ഉടയവനെ. മയ്യന്ദുറുൻ അല്ലെങ്കിൽ സന്മാർഗം, ഹിദായത്ത് ഉടയവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിദായത്തിൻ്റെ മാർഗത്തിൽ ഉള്ളവരാണല്ലോ സത്യവിശ്വാസികൾ, അങ്ങനെയാകണം. മയ്യന്ദുറൻ ഫി താഅത്തിൻ ഫല്യുത്തിയ, ഫല്യുത്തിയ എന്നാണ് കവിതയിൽ ഫല്യുത്തി എന്ന് വായിക്കാം. അപ്പോൾ ആരൊരുത്തൻ അള്ളാഹുവിനുള്ള താഅത്തിലായിക്കൊണ്ട് നേർന്നാൽ അവൻ അത് അനുസരിക്കട്ടെ, ആ താഅത്ത് ചെയ്യട്ടെ, പൂർത്തിയാക്കട്ടെ. ഔകാന ഫി മഅസിയത്തിൻ, ഇനി പാപകരമായ വിഷയത്തിലാണ് നേർച്ചയെങ്കിൽ ഫല്യഖ്ലഇ, അവൻ വിരമിക്കട്ടെ, അത് സ്റ്റോപ്പ് ചെയ്യട്ടെ, അത് ചെയ്യണ്ട, പൂർത്തീകരിക്കണ്ട. വഫാഉ നദിരിൻ വാജിബുൻ, നേർച്ച പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. വൻ നദറു മിൻ ഇബാദത്തില്ലാഹി, നദർ എന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഫമിൻ ഷിർക്കിൻ, അപ്പോൾ ഷിർക്കിൽപ്പെട്ടതാണ് യൈൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻ കാന മസ്റൂഫൻ ലിഗൈരിഹി, അള്ളാഹു അല്ലാത്തവർക്ക് അത് തിരിക്കപ്പെട്ടതാണെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാണെങ്കിൽ, വലം യജുസ് വഫാ, അത് പൂർത്തീകരിക്കൽ അനുവദനീയമല്ല. യകുൻ മാസിൻ, അത് കുറ്റകരം ആണെങ്കിൽ, കുറ്റകരമായ പാപകരമായ കാര്യം ആണ് നേർച്ചയെങ്കിൽ, അതേപോലെ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയാണെങ്കിലും അത് പൂർത്തിയാക്കാൻ പാടില്ല. നിഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൽ നിന്ന് തുടർന്ന് പറയാം. ഖാല ഷെയ്ഖ് റഹിമഹുല്ലാ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു, ബാബു മിനശ്ശിർക്കി അന്നദ്റു ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള നെദർ, നേർച്ച ഷിർക്കിൽപ്പെട്ടതാണ്. അന്നദറു, നെദർ എന്ന് പറഞ്ഞാൽ ഫിൽ ഭാഷയിൽ ഇൽത്തിസാമു ഫിഅലി ഷൈഇ, ഒരു കാര്യം പ്രവർത്തിക്കുമെന്ന് നിർബന്ധിക്കലാണ്, അത് അനിവാര്യമാക്കലാണ്. വഫി ശറഇ, ശറഇൽ ഇൽത്തിസാമു മുക്കല്ലഫിൻ ഫിഅല ത്വാഅത്തിൻ ലം തജിബ് അലൈഹി ബി അസ്ലി ശറഇ, ശറഇൻ്റെ അസ്ല് പ്രകാരം ഒരാൾക്ക് മേൽ നിർബന്ധമല്ലാത്ത ഒരു അള്ളാഹുവിന് വഴിപ്പെടുന്ന ഒരു വിഷയം ഒരാൾ, ഒരു വകതിരിവുള്ള പ്രായപൂർത്തിയുള്ള ഒരു മുക്കല്ലഫായ ഒരാൾ എന്ത് ചെയ്യാണ്, അത് അനിവാര്യമാക്കുക, അയാൾ സ്വയം നിർബന്ധമാക്കലാണ്. വഹാദ മൻഹിയുന്നു, ഇത് നിരോധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഹറാമാന്നുള്ള അർത്ഥത്തിലല്ല. നെദർ ഹറാമല്ല, അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംഗതി അല്ല. പണ്ഡിതന്മാർ കറാഹത്ത് എന്നൊക്കെ പറഞ്ഞ് കാണാം. ലിമാ ഫീഹി മിൻ ഇഹ്റാജിൽ ഇൻസാനി ലിനഫ്സിഹി, കാരണം എന്താ, അതിൽ മനുഷ്യന് അവൻ്റെ സ്വന്തത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കൽ വരുന്നുണ്ട്. വതഹ്മീലിഹാ ഷൈഅൻ ഖദ് യശഖു അലൈഹ, ചിലപ്പോൾ അവന് മശഖത്ത് വരാവുന്ന കാര്യം, അവനെ ഭാരം ആക്കൽ അതിൽ വരുന്നുണ്ട്. വക്കാന ഖബ്ല അയ്യന്നുറ, ഇനി നേർച്ച നേരുന്നതിന് മുമ്പ് അവൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഫിസാത്തിൻ, വിശാലതയിലായിരുന്നു. പിന്നെ അംരിഹി, അവൻ്റെ കാര്യത്തിൽ ഇൻഷാ ഫഅല ഹാദിഹി ത്വാഅത്തിൽ മുസ്തഹബ്ബ, ഈ മുസ്തഹബായ ഉത്തമമായ പ്രവൃത്തി അവൻ ഉദ്ദേശിച്ചാൽ അവൻ ചെയ്യാം. വഇൻഷാ ലം യഫ്അൽഹ, അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവന് ചെയ്യും വേണ്ട. ലമ്മാ നദറ ഫിഅലുഹാ ലസിമത്തു, അവൻ നേർച്ചയാക്കിയപ്പം അവന് അത് പ്രവർത്തിക്കൽ നിർബന്ധമായി. والدليل على أن الوفاء بنذر الطاعة عبادة, അള്ളാഹുവിനുള്ള ത്വാഅത്തിൽ നേർച്ചയാക്കിയത് അത് ഇബാദത്താണ് എന്നതിലുള്ള തെളിവ് അന്നല്ലാഹ സുബ്ഹാനഹു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു തആല പരാമർശിച്ചു അന്ന മിൻ സിഫാത്തിൽ അബ്റാർ, അബ്റാർ ഗുണവാന്മാരുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അന്നഹും, നിശ്ചയം അവർ യൂഫൂന ബിൻ നദരി, അവർ നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ്, നേർച്ച പൂർത്തിയാക്കുന്നവരാണെന്ന് പറഞ്ഞു. വ അമറ ബിൽ വഫാഇ ബിഹി ബിഖൗലിഹി, അള്ളാഹു അവൻ്റെ വചനം പ്രകാരം നദർ പൂർത്തിയാക്കണം, നേർച്ച പൂർത്തിയാക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. വൽ യൂഫൂനു ദൂറഹും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവർ അവരുടെ നേർച്ചകൾ പൂർത്തീകരിക്കട്ടെ. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫൽയുതിഅഹു, അള്ളാഹുവിന് വഴിപ്പെടാൻ ഒരാൾ നേർച്ചയാക്കിയാൽ അവൻ അള്ളാഹുവിന് വഴിപ്പെടട്ടെ, ആ ത്വാഅത്ത് ചെയ്യട്ടെ എന്നർത്ഥം. ഇതാ കാനക്കതാരിക്ക, അപ്പോൾ ആ കാര്യം അങ്ങനെയാകുമ്പോൾ ഫഹുവ മിൻ അൻവാഇൽ ഇബാദത്തി, അപ്പോൾ നദർ, നേർച്ച എന്നാൽ
ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പോൾ സുജൂദ്, ദ്വാ ഒക്കെ അള്ളാഹുവിനുള്ള ഇബാദത്ത് പെട്ടതാണ്. അതുപോലെ ലിഅന്നൽ ഇബാദത്ത് കമാ അറഫഹ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ നിർവചിച്ചിട്ടുള്ളതുപോലെ ഇബാദത്ത് എന്നാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഅമാലി വൽ അഖ്വാലി അദ്ദാഹിറത്തി വൽ ബാത്തിന. ഇസ്മുൻ ജാമിഉൻ സമഗ്രമായ ഒരു പേരാണ്. ലികുല്ലി എല്ലാ കാര്യത്തിനും, മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ കാര്യം, മിനൽ അഅമാലി വൽ അഖ്വാലി അദ്ദാഹിറത്തി വൽ ബാത്തിന ലാഹിറത്തും ബാത്തിനത്തുമായ ബാഹ്യവും ആന്തരികവുമായ കർമ്മങ്ങളും വാക്കുകളിൽ ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ എല്ലാ കാര്യവുമാണ് എന്ത് ഇബാദത്ത് എന്ന് പറയുന്നത്. ഫകുല്ലു അൻവാഇ ത്വഅത്തില്ലത്തി അമറല്ലാഹു ബിഹ, അപ്പോൾ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള എല്ലാ ത്വഅത്തിൻ്റെ ഇനങ്ങളും ഔ അമറ ബിഹ റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ അതിൽപ്പെടും. വമിൻഹ അൽ വഫാഉ ബിൻ നദ്രി ഇബാദ, അപ്പോൾ അതിൽപ്പെട്ടതാണ് നദർ പൂർത്തീകരിക്കുക എന്നുള്ളത്, അത് ഇബാദത്താണ്. ഫമൻ സറഫ ശൈഅൻ മിൻ ഹാദിഹിൽ അൻവാഇ ലിഗൈരില്ലാഹ്, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് ഈ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒരാൾ തിരിച്ചാൽ എന്തായി? സ്വാറ മുശ്രിക്കൻ, അവൻ മുശ്രിക്കായി. ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഇനം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവൻ മുശ്രിക്കായി. അശ്ശിർക്കുൽ അക്ബറുൽ ലദീ യുഖ്രിജുഹു മിനൽ മില്ല, എന്ത് ഷിർക്കാണത്? അത് മില്ലത്തിൽ നിന്ന്, ഇസ്ലാം ദീനിൽ നിന്ന് അവനെ പുറപ്പെടുവിക്കുന്ന വലിയ ഷിർക്കാണ്. വശൈഖു റഹിമഹുല്ലാഹ് ഫി ഹാദിഹിൽ അബ്വാബ്, ഈ ബാബുകളിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇന്നമാ യഹ്കി അൻവാഅൻ തഖഉ മിൻ ബഅദിൻ നാസി വഹിയ മിന ഷിർക്ക്, ഷിർക്കിൽ നിന്ന് ചില ജനങ്ങളിൽ സംഭവിക്കുന്ന ചില ഇനങ്ങളെയാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്, പരാമർശിക്കുന്നത്. യുരീദു അൻ യുഹദ്ദിറൽ മുസ്ലിമീന മിൻഹ, മുസ്ലിങ്ങളെ അതിൽ നിന്ന് വാൺ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു, മുന്നറിയിപ്പ് നൽകാൻ. വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അന്നദറു ലിഗൈരില്ലാഹി മിനൽ ജിന്നി അവൽ ഔലിയാഇ വസ്സാലിഹീന അവ അസ്ഹാബിൽ ഖുബൂരി. അന്നദറു, നദർ നേർച്ചയാക്കൽ, ലിഗൈരില്ലാ അല്ലാഹു അല്ലാത്തവർക്ക്, മിനൽ ജിന്നുകൾക്ക്, അവൽ ഔലിയാ അല്ലെങ്കിൽ ഔലിയാക്കൾക്ക്, വസ്സാലിഹീൻ സ്വാലിഹീങ്ങൾക്കും, അവ അസ്ഹാബിൽ ഖുബൂർ അല്ലെങ്കിൽ ഖബറാളികൾക്ക്. വഹാദ ഇബാദത്തുൻ ലിഗൈരില്ലാഹി അസ്സ വജൽ, ഇത് അല്ലാഹു അസ്സ വജലിന് അല്ലാതുള്ള ഇബാദത്താണ്. ഫഹുവ ഷിർക്കുൻ, അത് ഷിർക്കാണ്. വഹാദ വാഖിഉൻ ഫി ഹാദിഹിൽ ഉമ്മത്തി ബികസ്റ, ഈ ഉമ്മത്തിൽ ഇത് ധാരാളമായി നടക്കുന്നു. മിൻ ഹീന വുജിദത്ത് അൽ അദ്രിഹ വബുനിയത് അൽ ഖുബൂർ, ഖബറുകൾക്ക് മേലിൽ പണിയപ്പെട്ടിട്ടുള്ള അദ്രിഹത്തുകൾ, ദർഗകൾ കാണാം. വസ്വാറ കസീറുൻ മിനൻ നാസ് യത്തജിഹൂന ഇലൈഹ, ധാരാളം ആളുകൾ ഈ ദർഗകൾ, ഈ മക്കാമുകളിൽ അതിനെ അഭിമുഖീകരിക്കുന്നു. ലിഅന്നഹും ഖീല ലഹും, അഭിമുഖീകരിക്കുന്നതാണ് വെറുതെ അഭിമുഖീകരിക്കുക മാത്രമല്ല, അവിടെ നേർച്ച വഴിപാടർപ്പിക്കുന്നു, അവരോട് തേടുകയും ചെയ്യുന്നു, ഖബറാളികളോട് തേടുന്നു, ദർഗകളിൽ ചെന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ തേടുകയാണ്. ലിഅന്നഹും ഖീല ലഹും, കാരണം അവരോട് പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറയപ്പെട്ടിട്ടുള്ളത്? ഇന്ന ഹാദിഹിൽ ഖുബൂറ ഫിഹാ ബറക, ഈ ഖബറുകൾക്ക് ബറക്കത്തുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. വഫിഹാ നഫ്ഉൻ, ഇതിൽ ഉപകാരമുണ്ട്. വഫിഹാ ദഫ്ഉ ദററിൻ, പ്രയാസങ്ങൾ തടയൽ ഇതിലുണ്ട്. വൈനഹ മുജറബത്തുൻ, ഇത് പരീക്ഷിക്കപ്പെട്ടതാണ്. ഇതൊക്കെ പരീക്ഷണം കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഫമൻ നദറ ലിൽ ഖബ്രിൽ ഫുലാനി ഔ ലിശ്ശൈഖിൽ ഫുലാനി, ഇന്നാലിന്ന ഷെയ്ഖിന് അല്ലെങ്കിൽ ഇന്നാലിനാളുടെ ഖബർ നേർച്ചയാക്കിയാൽ, ഷെയ്ഖിന് നേർച്ചയാക്കിയാൽ ഫൈനഹു യഹ്സുലു ലഹു മഖ്സൂദ, അവൻ്റെ ഉദ്ദേശം അവനക്ക് സാധ്യമാകും. ഇതൊക്കെ അവരോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻകാന മരീളൻ യുഷ്ഫ, രോഗിയാണെങ്കിൽ സുഖമാക്കപ്പെടും. വൈൻകാനത്ത് ഇമ്ര തുരീദുൽ ഹംല ഫഇന്നഹാ ഇദാ നദറത് ലിശ്ശൈഖിൽ ഫുലാനി ഔ ലിൽ ഖബ്രിൽ ഫുലാനി തഹ്മൽ, ഹംല ഉദ്ദേശിക്കുന്ന, ഗർഭം ഉദ്ദേശിക്കുന്ന സ്ത്രീയാണെങ്കിൽ ഇന്നാലിൻ്റെ ഷെയ്ഖിന് അല്ലെങ്കിൽ ഇന്നാലിൻ്റെ ഖബറിലേക്ക് നേർച്ചയാക്കിയാൽ, ദീർഘക്ക് നേർച്ചയാക്കിയാൽ ഗർഭം ഉണ്ടാകും, ഗർഭം ധരിക്കും. ഇതൊക്കെ ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. വൈദാ ഹസന ബിന്നാസി തഅഖുരി മത്റിൻ വനദറു ലിഹാദിഹിൽ ഖുബൂർ നസലൽ മത്തർ, മഴ വൈകിയാൽ ഈ ഖബറുകൾക്ക് നേർച്ചയാക്കുകയാണെങ്കിൽ മഴ പെയ്യും. ഇല്ല വൈരിതാലിക്കമനിലെ മോരിയാത്, ഇപ്രകാരം ഇങ്ങനെ കുറേ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഈ ദർഗകളിലേക്ക്, മക്കാമുകളിലേക്കൊക്കെ പോയി അവരുടെ ആവശ്യങ്ങൾ പറയുന്നതും നേർച്ചയാക്കുന്നതൊക്കെ. വഖദ് യഫ്അലൂന ഹാദാ വയഹ്സുലു ലഹും മഖ്സൂദുഹും ഇബ്തിലാഅൻ വഇംതിഹാനൻ മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല, ചിലപ്പോൾ ഇത് പ്രവർത്തിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ ഉദ്ദേശം അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം ആയിട്ട്, ഒരു പരീക്ഷ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നുള്ള പരീക്ഷണമായിട്ട് അവർക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം.
ഔ അന്നഹാദ യുസാദിഫു ഖദാ വ ഖദറൻ ഫയഹ്സുലു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖദാ ഖദർ പ്രകാരം അത് നടക്കുന്നതാവും ചിലപ്പോൾ. അങ്ങനെ വയദുന്നു അന്നഹും ബിസബബിൻ നദ്രി ലിഹാദൽ മയ്യിത്തി, അവർ വിചാരിക്കെന്താ ഈ മയ്യത്തിന് നേർച്ച ചേർന്നത് ഈ മയ്യത്തിന് നേർച്ചയാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് നടന്നത്. ഔ ലിഹാദൽ ഖബരി, അല്ലെങ്കിൽ ഈ ഖബറിന് നേർച്ചയാക്കിയിട്ട്, ഔ ഹാദൽ വലി, അല്ലെങ്കിൽ വലിയ നേർച്ച ബിസാമ്, അവരുടെ വാദപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം. വഹുസൂലുൽ മഖ്സൂദി ലാ യദുല്ലു അലാ ജവാസിൽ ഫിഅൽ, ഒരു കാര്യം തെറ്റായ മാർഗത്തിലൂടെ സാധിച്ചു എന്നതുകൊണ്ട് അത് അനുവദനീയമാണ് എന്നത് തെളിവല്ല. ഫയജിബു അൻ യതനബ്ബഹ ലിഹാദിഹി ശുബ്ഹ, അപ്പോൾ ഈ ശുബ്ഹത്ത് അതിൽ ഉണരേണ്ടത് ആവശ്യമുണ്ട്. ലി അന്നഹും അഹ്ലകൂ ബിഹാ കസീറും മിനൻ നാസ്, കാരണം ഈ കാരണത്താൽ ധാരാളം ആളുകൾ നാശത്തിലായിട്ട്. ഖുലൂൻ, അവർ പറയുന്നു, അൽ ഖബറുൽ ഫുലാനി മുജറബുൻ, ഇന്നാലിന്ന ആളുടെ ഖബർ അത് എക്സ്പീരിയൻസ് ഉള്ളതാണ്, അനുഭവമുള്ളതാണ്, പല അനുഭവങ്ങളുണ്ട്, തജ്രിബത്തുണ്ട് എന്ന് പറയും. ഇദാ ഫഅലൽ ഇൻസാനു ഇൻദഹു നദറൻ ഔ ദബഹ ദബീഹത്തൻ യഹ്സുൽ ലഹു മഖ്സൂദ, ആ ഖബറിൻ്റെ അടുത്ത് ഖബറിങ്ങൾക്ക് ഒരാൾ നേർച്ചയാക്കിയാൽ, അല്ലെങ്കിൽ ആ ഖബറിൻ്റെ അടുത്ത് അവർ അറവ് നടത്തിയാൽ അയാൾക്ക് അയാളുടെ ഉദ്ദേശിച്ച കാര്യം സാധ്യമാകും എന്ന് ആളുകൾ പറയണേ. ഫബിദാലിക ഇൻസറഫത്ത് ഖുലൂബു കസീരിൻ മിനൽ അവാമി വൽ ജുഹാൽ, ഇക്കാരണത്താൽ ധാരാളം പൊതുജനങ്ങളും ജാഹിലീങ്ങളും അവരുടെ ഹൃദയങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. ഔ ഹത്താ ബഅദി മിനൽ ഉലമാഇ ഗൈറിൽ മുഹഖഖീന ഇലാ ഫിഅലി ഹാദാ, ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധാരണക്കാരുടെയും ജാഹിലീകളുടെയും മാത്രമല്ല മുഹഖഖീങ്ങളല്ലാത്ത ചില ഉലമാക്കളുടെ ഹൃദയങ്ങൾ വരെ അതിലേക്ക് ചാഞ്ഞിരിക്കുന്നു. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്നമാ ഖാഫു അലാ ഉമ്മത്തി അൽ അഇമ്മത്ത അൽ മുദില്ലീൻ, ഞാൻ എൻ്റെ ഉമ്മത്തിന് ഭയപ്പെടുന്നത് വഴിവിഴപ്പിക്കുന്ന ഇമാമുകളെയാണ്. ഫൽ ഖത്റു ഷദീദുൻ മിൻ ഹാദിൽ ഉമൂർ, അപ്പോൾ ഈ കാര്യങ്ങളുള്ള കാര്യം എന്താണ്, ഗൗരവതരമാണ്, അപകടം കഠിനമാണ്, ഗൗരവമാണ്. ലിഅന്നഹ കസറത്ത് ഫിൽ ഉമ്മ, കാരണം ഈ ഉമ്മത്തിൽ അത് വർദ്ധിച്ചിട്ടുണ്ട്. ബിസബബി വുജൂദി ഹാദിഹിൽ ഔസാനില്ലത്തി യുസമ്മൂനഹ അൽ അദ്രിഹ, ദർഗകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ വസനുകൾ ഉള്ളത് കാരണം. വരിഹു സിത്തി നഫീസ, വരിഹുൽ ബദവി, വരിഹുൽ ഫുലാൻ സുരിഫത്ത് ലഹ അൽ ഇബാദ മിൻ നുദൂർ വദബ്ഹു ലിഗൈരില്ലാഹ് വത്തബറുക്കുൻ ബിഹാ വതവാഫുൻ ബിഹാ വദുആഉൻ ഇൻദഹാ ഇലാ ഗൈരി ദാലിക്. അതായത് നഫീസ എന്ന് പറഞ്ഞാൽ നഫീസത്ത് ബീവിയുടെ ആയിരിക്കും, മിസ്രിയ, നഫീസത്തുൽ മിസ്രിയ റഹിമഹുല്ലാഹ്. അവർ അതേപോലെ ബദവിയുടെ ദർഗ, ഇന്നാലിന്ന ആളുടെ ദർഗ, ഇതൊക്കെ ഇബാദത്തിന് വേണ്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തെല്ലാം ഇബാദത്തുകളാണ്, നേർച്ചകൾ, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവ്, ആ കബറുകൾ കൊണ്ട് ബറക്കത്തെടുക്കൽ, കബറുകളെ പ്രദർശനം ചെയ്യുക. ഇവിടെ ഭീമാപ്പള്ളിയിലൊക്കെ കാണാം, ഭീമാപ്പള്ളി അവിടെ ചേർന്ന് ദർഗ ഉണ്ടല്ലോ, അവിടെ ആ ദർഗയ്ക്ക് ചുറ്റും ത്വാഫ് ചെയ്യണമാണ്. ദ്വാഇൻ ഇൻദഹ, ആ കബറിൻ്റെ അടുത്തുള്ള ദ്വാ, കബറിൻ്റെ അടുത്ത് എന്നിട്ട് അള്ളാഹിനോട് ദ്വാ ചെയ്താലും അത് പ്രത്യേക ബറക്കത്തിന് ഉദ്ദേശിച്ചുള്ള ദ്വാ ആണെങ്കിൽ ഹറാമാണ്. കബറാളിയോട് ദ്വാ ചെയ്താലോ അത് ഷിർക്കുമാണ്. ഇലാ ഗൈരി ദാലിക്. അവിസ്താസത്തും ബിഹാ മിൻ ദൂനില്ലാഹി അസ്സ വജല്ല യദ്ഊനഹ, അപ്പോൾ അള്ളാഹു അസ്സ വജല്ല അല്ലാതെ ഈ ഖബറാളികളോട് തേടുക, ഇസ്തിഗാസ ചെയ്യുക, അവരോട് ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യുന്നത്? അൽ മദദ് യാ ഫുലാൻ, എന്നാലിന്നവരെ സഹായിക്കണേ. അൽ മദദ് യാ സയ്യിദി ഫുലാൻ ഔ യാ റസൂലല്ലാഹ് യാ അലി യാ അയ്യ ഷഖ്സിൻ യുനാദുന, ആരാണെങ്കിൽ വിളിക്കുന്നത് പോലെ. ഹത്താ ഫി ഹാലത്തി ഷദായിദി, പ്രയാസഘട്ടങ്ങളിൽ വരെ അങ്ങനെ പഠിക്കുന്നത്. അല്ലത്തി കാനൽ മുശ്രികൂനൽ അവ്വലൂന യഹ്റുസൂന ഫിഹാ അദ്ദുആ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രം, പണ്ടത്തെ കാലത്തെ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചിരുന്ന ഘട്ടങ്ങളിൽ പോലും ഈ ചങ്ങാതിമാർ എവിടെ വിളിക്കണത്? ആരെ വിളിക്കണത്? മരിച്ചവരോട്. ഹാ ഉലായി കുല്ലമഷ്തദ്ദ ബിഹിമുൽ ഖുറബ് സാദ ഷിർക്കുഹും, പ്രയാസങ്ങൾ ശക്തമാകുമ്പോൾ ഇവരുടെ ഷിർക്ക് ശക്തമാകുക, കൂടുതലാകുക ചെയ്യുന്നത്. ഫസാറു യസ്തഗീസൂന ബിൽ ഔലിയ, അപ്പോൾ ഔലിയാക്കളോട് അവർ ഇസ്തിഗാസ ചെയ്യുക. ഫസ്സഫീനത്തു അവിൽ മർക്കബു ഇദാ ഗറഖ ഫിൽ ബഹ്രി ഔ അഷ്ഫാലിൽ ഉറഖ് സാറു യുനാദൂന അലിയൻ ഔ ഫുലാനൻ അദ്രിക്ന അൽ മദദ് യാ ഫുലാൻ. അപ്പോൾ അവരുടെ വാഹനം അല്ലെങ്കിൽ കപ്പൽ മുങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? അലി റളിയല്ലാഹുവിനെ വിളിക്കും, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ വിളിക്കും, ഷെയ്ഖുമാരെ വിളിക്കും. എന്നിട്ട് അതിരിക്കനൽ മദദ് യാ ഫുലാൻ എന്നൊക്കെ പറയും. വലാ യഖൂലൂന യാ അല്ലാഹ് എന്നവർ വിളിക്കൂല. മഅന്നൽ മുശ്രിക്കീന അവ്വലീന ഇദാ മസ്സഹുമു ദുർറു ഫിൽ ബഹ്രി ളല്ല മൻ യദ്ഊന ഇല്ലല്ലാഹ് സുബ്ഹാനഹു വതആല.
എന്നാൽ മക്ക മുശ്രിക്കുകൾ എന്തായിരുന്നു? പണ്ടത്തെ മുശ്രിക്കുകൾ അവർക്ക് ഇത്തരം വിപത്ഘട്ടങ്ങളിൽ അവർ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചിരുന്നില്ല. അവന് മാത്രം സമർപ്പണം തരിച്ചാക്കിക്കൊണ്ട് അവനെ മാത്രം വിളിച്ച് തേടിയിരുന്നു മക്ക മുശ്രിക്കുകൾ, പണ്ടത്തെ കാലത്തെ മുശ്രിക്കുകൾ. ഫൈദ അൻജാഹുമിനൽ ബരി ആദു ഇലാ ഷിർക്ക്. എന്നാൽ അവരെ അള്ളാഹു കരയിലേക്ക് രക്ഷിച്ചാൽ പിന്നെ അവർ ഷിർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ എന്നാലും വളരെ വിപത്ഘട്ടങ്ങൾ, പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ അള്ളാഹുവിനോട് തേടിയിരുന്നു. കപ്പൽ മുങ്ങാൻ പോകുകയാണെന്ന് അറിയുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തെ മുശ്രിക്കുകളോ, അവർ പ്രയാസഘട്ടങ്ങളിൽ അവർ ഷിർക്ക് വർദ്ധിക്കുകയാണ്, അവർ ഔലിയാക്കളെ വിളിച്ച് തേടുകയാണ് ചെയ്യുന്നത്.